അങ്ങനെ തണുപ്പുള്ള ഒരു ഞായറാഴ്ച വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ നവംബർ മാസം ആയതുകൊണ്ട് ഇപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പം നല്ല തണുപ്പ് കൂടും. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇത് ഞാൻ യോഗ ചെയ്യാൻ തുടങ്ങി. യോഗ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സുഖമാണ് മനസ്സിന്. ഞാനുണ്ടല്ലോ യോഗ ചെയ്യുന്ന സമയത്ത് എല്ലാവരും എണീക്കുന്നതിന് മുന്നേ പോയി ചെയ്യും. കാരണം എനിക്ക് യോഗ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര നിശബ്ദത വേണം. അതുകൊണ്ട് ഞാൻ വേഗം പോയി ചെയ്തിട്ട് വരും. യോഗ ചെയ്ത് താഴെ ഇറങ്ങി വരുമ്പോഴത്തേക്കും വാവച്ചയൊക്കെ എണീറ്റിരിക്കും കേട്ടോ. ഇന്ന് നമുക്ക് ഡാൻസ് ക്ലാസ് ഉള്ള ഒരു ദിവസമാണ്. അപ്പം വേഗം തന്നെ റെഡി ആയിട്ട് ഡാൻസ് ക്ലാസ്സിന് പോകാനുണ്ട്. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടെ എന്തിനാ ഈ ഡ്രസ്സൊക്കെ ഇവിടെ ഇട്ട് പോകണമെന്നറിയാവോ? ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോകാൻ പോവാം. അതുകൊണ്ട് എനിക്ക് പോയി ഇച്ചിരി സാറുണ്ട്. പോകുമ്പം നമുക്ക് കാണിക്കാം. എനിക്ക് കുറച്ച് സാടുണ്ടായിരുന്നു. സാട് എനിക്ക് ഇന്നലെ ലീവായിരുന്നില്ലേ, ഇന്നും ലീവ് ഉണ്ടായിരുന്നില്ലേ, ഡാൻസ് ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു. ഡാൻസ് പഠിക്കാമല്ലോ. ആവശ്യം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ആവശ്യക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അപ്പം ഞാൻ ഒരു സിമ്പിൾ മേക്കപ്പ് ആട്ടോ ചെയ്യുന്നത്. BB ക്രീം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇന്ന് എനിക്ക് സമയമെടുക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് ഇഷ്ടമല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റാണ്. പുട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പുട്ടും ചായയാണ് കഴിക്കുന്നത്. എന്നും ദോശ ഇഡ്ഡലി മാത്രം കഴിച്ചാൽ പോരല്ലോ, പുട്ടിന് ഒരു സങ്കടകത്തില്ലേ. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇതേ നമ്മൾ 9:15 ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമുക്ക് തൊട്ടടുത്താണ് നമ്മളുടെ ഡാൻസ് ക്ലാസ്. അപ്പോൾ ഇത് നമ്മൾ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗായ്സ്, ഇപ്പം ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിലാണ്. ഇത് എനിക്ക് ബ്രേക്ക് ടൈം ആയിട്ടോ. ഇനിയും 2 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അപ്പം ഞങ്ങൾക്കിപ്പോൾ ബ്രേക്ക് ടൈം ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. ഫുൾ ടൈം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ ക്ലാസ്സൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ക്ലാസ് ഉണ്ട്. അപ്പോൾ വാവച്ചിക്കാണെങ്കിൽ ഇപ്പോൾ വിശക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാവച്ചിക്ക് ഇപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ, സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കാലുവേദനയൊക്കെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും മടിയൊക്കെ വാവച്ചിക്ക് ചെറുതായിട്ട് ഉണ്ട്. അങ്ങനെ ഇതേ ഡാൻസ് ക്ലാസ് ഇന്നത്തെ കഴിഞ്ഞു. ഇത് വിശന്നിട്ട് ഉപ്പാട് പോയി. എൻ്റെ വിശന്നിരിക്കുകയാണ് കേട്ടോ. വേഗം വീട്ടിൽ പോയി ഫുഡ് അടിക്കണം. അങ്ങനെ ഇത് ഞാനും വാവച്ചി എല്ലാവരും കൂടി ഇത് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഈ സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പ്രാക്ടീസൊക്കെ ചെയ്ത് വീട്ടിൽ പോകുന്ന സമയം. നമ്മൾ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്ന് ഫ്രഷായി ലഞ്ച് കഴിച്ചു. അപ്പോഴാണ് വാവച്ചിക്ക് എവിടെ പോകണമെന്ന് ആഗ്രഹം? പാർക്കിൽ പോകണമെന്നൊരാഗ്രഹം. പക്ഷെ ഒരു കാര്യമുണ്ട്, പാർട്ടി പോവാണെങ്കിൽ എനിക്ക് ഐസ്ക്രീം വാങ്ങി തരണം. എനിക്ക് ഐസ്ക്രീം വാങ്ങി തരും. ഉറപ്പാണോ? എന്ത് ഐസ്ക്രീം വാങ്ങി തരും? ഇഷ്ടമുള്ളതാ. ഓക്കെ. അപ്പം നമ്മളിപ്പം വാവച്ചിയുടെ ആഗ്രഹപ്രകാരം നമ്മളിപ്പോൾ പാർക്കിൽ പോവാണ്. ഓൾറെഡി കാലൊക്കെ നല്ല വേദനയുണ്ട് ഡാൻസ് കളിച്ചിട്ട്. പക്ഷെ എന്നാലും വാവച്ചിയുടെ എന്നാൽ പോകണ്ട നമുക്ക്. എന്നാലും വാവച്ചിയുടെ ആഗ്രഹപ്രകാരം നമ്മൾ പാർക്കിൽ പോവാം അല്ലേ? പോവാം. ഹാപ്പി? എല്ലാ ആഴ്ചയിലും പോണോ? ഈ ആഴ്ച മാത്രം പോയാൽ പോരെ? എല്ലാ ആഴ്ചയിലും പോണോ? ഈ ആഴ്ച മാത്രം പോവാം. നമ്മളിതേ പാർക്കിലെത്തിട്ടോ. നീ പോ, ഞാൻ വരാം. മങ്കി അവിടെ നിൽക്കോ? നീ കളിച്ചോ? അപ്പോ മങ്കി അവിടെയാ നിൽക്കുന്നത്. പൊക്കോ. മങ്കീനോടൊന്നും പോകാൻ പറയാൻ പറ്റില്ല, ബിക്കോസ് മങ്കിയുടെ പാർക്കാണിത്. നീ ഇറങ്ങ. ഇറങ്ങിക്കുട്ടാ.
ജിറാഫ്. വാവച്ചി ഊഞ്ഞാലാടാൻ പോവാണല്ലേ വാച്ചി? മമ്മ കയറ്റിട്ടെ. അതാ ഞാൻ പറഞ്ഞ ഈ ഡ്രസ്സ് ഇടണ്ടാന്ന്, ഈ ഡ്രസ്സ് തെന്നൂന്ന്. അപ്പൊ വാച്ചിക്ക് ഈ ഡ്രസ്സ് തന്നെ മതി എന്ന് പറഞ്ഞു. മമ്മ ഊഞ്ഞാലാടുവാണ്, അപ്പൊ പാക്കി ആടുവാണ്. മമ്മ ഊഞ്ഞാലാടുവാണ്, അപ്പൊ പാക്കി വരുവാണ്. മമ്മ ഊഞ്ഞാലാടുക. ക്യാമറമാൻ ആരാണ്? ഞാൻ. ഞാൻ വെച്ചാൽ വീട്ടിലിരിക്കുവായിരിക്കും. അങ്ങനെ വാവച്ചിയും ഹാമിയും കൂടി ഇതിൽ കയറാൻ പോകുന്നു കേട്ടോ. നമുക്ക് ഇതിൽ കൂടെ നോക്കാൻ വരുമായിരുന്നത്. കയറുന്നില്ലേ വാവച്ചി? പേടിക്കണ്ട, ചേച്ചി ഉണ്ടല്ലോ. ആ അവിടെ മമ്മ നോക്കി നിൽക്കാവേ. എൻ്റെ തെന്നി വേണ്ടത് നിങ്ങള്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഒന്നും കൂടി ആദ്യം കയറാൻ പേടിയായിരുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടായിരിക്കും. ഓച്ചയ്ക്ക് ഇതിൽ കയറാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യം വലിയ രസം തോന്നി കാണത്തില്ല, പക്ഷെ ഇപ്പം ഇഷ്ടപ്പെട്ടു. ഇവിടെ ആൽമരമൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുന്നത് ഇവിടെ ആൽമരത്തിൽ കയറി ഇങ്ങനെ ഊഞ്ഞാലാടി കളിച്ചിട്ടൊക്കെ പോകത്തുള്ളൂ. കണ്ടോ, നല്ല രസമല്ലേ? ഇപ്പോഴും നമ്മൾ കയറി കളിക്കും, നല്ല രസമാണ്. ഇവിടെ കുറേ മങ്കീസ് ഉണ്ട്, ആൽമരമുണ്ട്. പിന്നെ ഇവിടെ കുറേ ചന്ദനമുണ്ട്, പിന്നെ കുറേ ട്രീസൊക്കെ ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ പാർക്കിൻ്റെ. ഏതൊക്കെ? പർപ്പിള്, ഗ്രീന്, യെല്ലോ, ഓറഞ്ച്. അപ്പൊ 4-5 പാർക്കിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു അല്ലേ വാച്ചി? നമ്മൾ കോൺ വാങ്ങിച്ചതാണ്, പക്ഷെ കോൺ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കഴിക്കുന്നത് അല്ലേ? അലുത്ത് പോയി അല്ലേ കുട്ടാ? നിൻ്റെ ഐസ്ക്രീം. ഓക്കെ, അപ്പം നമ്മുടെ സൺഡേ വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് വാച്ചി സംസാരിക്കാനോ? സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.